ഹായ് എവരിവൺ, പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കാസിലേക്കാണ്. നിങ്ങൾ പിന്നിൽ കാണുന്നതാണ് കെസാ ലോമ. ടൊറന്റോയുടെ ഓൾമോസ്റ്റ് സെൻട്രലായിട്ട് ഇങ്ങനെ ഒരു കാസിൽ ഉണ്ട്. ഇന്നതൊരു മ്യൂസിയമാണ്. 1911 മുതൽ 1914 വരെ സർ ഹെൻറി പെല്ലറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് താമസിക്കാൻ ഉണ്ടാക്കിയ ഒരു വീടാണ് ഈ സംഭവം. പക്ഷേ ഇന്നിപ്പോൾ അതൊരു മ്യൂസിയമാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. നമുക്ക് ഇതിനുള്ളിൽ പോയിട്ട് ഇതിൻ്റെ എക്സ്പീരിയൻസസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് സർ ഹെൻറി പെല്ലറ്റ് 1911 മുതൽ 14 വരെ അദ്ദേഹത്തിന് താമസിക്കാൻ വേണ്ടി ഓൾമോസ്റ്റ് $3.5 മില്യൺ ചെലവഴിച്ചുണ്ടാക്കിയൊരു വീടാണിത്. പിന്നെ 1923 വരെ അദ്ദേഹം ഇവിടെ താമസിച്ചു. പക്ഷെ പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് അത് കൈവിട്ടു പോവുകയും അദ്ദേഹത്തിന് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ വരികയും പിന്നീട് ടൊറന്റോ പ്രോവിൻസ് അത് ഏറ്റെടുക്കുകയുമാണ് ചെയ്തത്. അതിനുശേഷം അതൊരു മ്യൂസിയമായും ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനുമായിട്ട് ടൊറന്റോയുടെ ഓൾമോസ്റ്റ് മിഡിലിൽ നിൽക്കുന്നുണ്ട്. നമുക്ക് ഏതായാലും ഇന്നത്തെ വീഡിയോയിൽ കെസാ ലോമയുടെ എക്സ്പീരിയൻസസ് കാണാം. ഇതിനുള്ള ഓൾമോസ്റ്റ് 4 ഫ്ലോർസ് ആണുള്ളത്. ടണലുണ്ട്, പിന്നെ 3 ഫ്ലോർസിലായിട്ട് അദ്ദേഹത്തിന്റെ റൂംസും പിന്നെ ഒരുപാട് എക്സിബിറ്റ്സുമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ആ ഒരു ടൈമിൽ അല്ലെ 100 വർഷം മുമ്പുള്ള ഒരു ലക്ഷൂറിയസ് ലൈഫ് സ്റ്റൈലിന്റെ ഒരു ബാക്കി പത്രം കൂടിയാണ് ഈ ഒരു കാസിൽ. നമുക്ക് ഏതായാലും ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഇതിന്റെ വിശേഷങ്ങൾ കാണാം ഇന്നത്തെ വീഡിയോയിൽ. ലെറ്റ്സ് ഗോ. ലൈബ്രറി, ഇതൊരു ലൈബ്രറിയാണ്. അതിൻ്റെ കളക്ഷൻ ഓഫ് ബുക്സ് ആണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇത്രയും വലിയ ലൈബ്രറിയാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മളിവിടെ ഒരു ചെറിയൊരു ഗാർഡൻ റൂം പോലെയാണ് കാണുന്നത്. ഒരുപാട് ഗാർഡനിങ് ആയിട്ടുള്ള പ്ലാന്റ്സും ഒക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ മുകളിൽ കാണുന്ന ഒരു ഡോമാണ്. അപ്പം അങ്ങനെ കെസാ ലോമയിലാണ് നമ്മളുള്ളത്. അങ്ങനെ ഓരോ റൂംസിലും നമ്മളിങ്ങനെ കയറി ഇറങ്ങി അതിൻ്റെ ഓരോ വ്യൂസ് കാണുകയാണ്. മാസ്കും സാനിറ്റൈസറും ഒക്കെ വേണം. നമ്മൾ മാസ്ക് വെച്ചാൽ മാത്രമേ ഇവിടെ എൻട്രി ഉള്ളൂ. അവിടെ ഒരു റൂം ഉണ്ടല്ലേ, സെർവിങ് റൂം. നമുക്ക് അങ്ങോട്ട് പോവാം. സെർവിങ് റൂം പോവാം. അങ്ങോട്ട് എൻട്രി ഇല്ല, പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് മിക്കവാറും ഗസ്റ്റ് ഒക്കെ വന്നാൽ അവർക്ക് ലഞ്ചും ഡിന്നറും ഒക്കെ സെർവ് ചെയ്യുന്ന റൂമാണ്. ഇത് കോർണേഷൻ ചെയർ എന്നാണ് അവർ പറയുന്നത്. ഷോയിങ് സ്റ്റോൺസ് ഓഫ് സ്കോപ്പ് റിമൈൻഡിങ് us of the Queen's Scottish ancestry.
ഇതെനിക്ക് തോന്നുന്നു മിക്കവാറും ഒരു റെസ്റ്റോറൻറ്റ് പോലെ അല്ലെങ്കിൽ ഇങ്ങനെ ഡ്രിങ്ക്സും ഒക്കെ സെർവ് ചെയ്യാനുള്ള റൂമാണ്. ഇവിടെ ക്യൂവിൻ്റെ ഒരു വലിയ ഫോട്ടോ അവിടെ കാണാം. നിങ്ങൾ ടിപ്പിക്കലി ഇതിൻ്റെ ഉള്ളിൽ കാണുന്നത് ആ ഒരു സമയത്തുള്ള ലക്ഷൂറിയസ് ആയിട്ടുള്ള ലിവിങ് ആണ്. അതായത് അദ്ദേഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വീട് 4 നിലകളുള്ള ഒരു വീടാണിത്. ഒപ്പം അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഓരോ സാധനങ്ങളെ കുറിച്ചും അദ്ദേഹത്തിന്റെ റൂംസിനെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത്. ഇപ്പൊ നമ്മളുള്ളത് ഫസ്റ്റ് ഫ്ലോറിലുള്ള ഒരു ഹാൾവേ ആണ് നിങ്ങൾ കാണുന്നത്. ഇതേപോലുള്ള ഒരുപാട് റൂംസ് ആണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വീടാണിത്. അപ്പോൾ നമുക്ക് റൂമിലോട്ട് പോയി നോക്കാം. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് ബെഡ്റൂം ആണ്. നിങ്ങൾ താഴെ കാണുന്നത് ശരിക്കും വരുന്ന ഒറിജിനൽ എന്താ പറയുക പുലിത്തോലാണിത്. ആ സമയത്ത് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ടൈപ്പ് റൈറ്റേഴ്സും ബുക്സും ചെയർസും ഫേർണിച്ചേഴ്സും ഒക്കെയാണ് നിങ്ങളിവിടെ കാണുന്നത്. ടിപ്പിക്കലി ഇത് ആ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു 100 വർഷം മുമ്പുള്ള ഒരു ലക്ഷൂറിയസ് ലൈഫ് സ്റ്റൈൽ ആണ് ടിപ്പിക്കലി നിങ്ങളിവിടെ കാണുന്നത്. ഇത് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് ബെഡ്റൂം. ഇത് അദ്ദേഹം ഉപയോഗിച്ച ബാത്റൂമാണ്. നോക്ക് ആ സമയത്തുള്ള ലക്ഷറി നോക്ക്. സർ ഹെൻറി പെല്ലറ്റ്സ് ബാത്റൂം. ഇത് മിക്കവാറും അദ്ദേഹത്തിന്റെ വൈഫിന്റെ റൂമാണെന്നാണ് തോന്നുന്നത്. കറക്റ്റ്, ദ ലേഡി മേരി പെല്ലറ്റ്സ് സ്യൂട്ട്. അങ്ങനെ ഒരുപാട് റൂംസ് ആണ് ടിപ്പിക്കലി നിങ്ങൾ ഇവിടെ കാണുന്നത്. ഫസ്റ്റ് ഫ്ലോറിലുള്ള ഒരു ബാൽക്കണിയാണ്. ടിപ്പിക്കലി ഇതിന്റെ മുകളിൽ നിന്നാൽ ടൊറന്റോ സ്കൈലൈൻ അടിപൊളിയായിട്ട് കാണാൻ സാധിക്കും എന്നതാണ് പറയുന്നത്. നമുക്ക് ഏതായാലും മുകളിൽ പൊട്ട് പോയിട്ട് അത് കാണാം. ഇതിപ്പോ ഫസ്റ്റ് ഫ്ലോറിലുള്ള ബാൽക്കണിയിലാണ് നമ്മളുള്ളത്. ഇത് ആ സമയത്ത് അവരുപയോഗിച്ച ലിവിംഗ് റൂമാണ് നിങ്ങൾ കാണുന്നത്. ഇതൊക്കെ വളരെ മനോഹരമായ ഒരു പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ടിപ്പിക്കലി ഒരു 100 വർഷം പഴക്കമുള്ള ഒരു സ്ട്രക്ചർ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ വളരെ അടിപൊളിയായിട്ട് ടൊറന്റോ പ്രോവിൻസ് അത് അടിപൊളിയായി ചെയ്തു വെച്ചിരിക്കുന്നു. ഇപ്പൊ ഇതൊരു മ്യൂസിയമാണ്. ഗസ്റ്റ് സൂട്ട്. ഇതൊന്നും മിക്കവാറും അവരെ ഗസ്റ്റിനൊക്കെ നിൽക്കാൻ വേണ്ടി ഉണ്ടാക്കിയ റൂംസ് ആണ്. The pellet had 5 suites on the second floor of Casa Loma. This room is done in what's known as the Chinoiserie style, with a bedroom and a bathroom and a closet and a sitting area. ഇത് റൂംസിനേക്കാളും ഇതിൻ്റെ ഉള്ളിലുള്ള ക്രാഫ്റ്റ് ആണ് അടിപൊളി അല്ല, ചെയ്തു വെച്ചിരിക്കുന്ന ഓരോ അടിപൊളി സാധനങ്ങൾ. ഓക്കെ, അന്ന് ഉപയോഗിച്ച ഫോണല്ലത്. അച്ഛാ, see the phones used that time. These are the phones that's used that time. Oh, so these are phones. Oh, Mama, this is flooring. Another bedroom? ഇത് വേറൊരു ബെഡ്റൂമാണ്. This is Windsor room. Okay. What does it say? It says Windsor room, അച്ഛാ. Windsor room. So this is we are in the Windsor. Oh, okay. ഇത് അവര് റോയൽ ഫാമിലി ഒക്കെ വന്നാൽ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ റൂമാണിത്. ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് വിൻസർ റൂം. സോ ഒരു റോയൽ ടച്ച് ഉണ്ട് ഈ റൂമിൽ. This is round room. This room is perfectly rounded because it fits into the base of the Norman Tower. Oh, അങ്ങനെ
ഈ റൂം മൊത്തം ഒരു റൗണ്ട് ഷേപ്പിലാണുള്ളത്. നമുക്ക് മുകളിൽ നോക്കിയാൽ കാണാം. മേ ബി ഇതിന്റെ താഴെ എന്തെങ്കിലും സ്ട്രക്ചർ ഉണ്ടോ, അപ്പൊ അതിന് കറക്റ്റ് ആയിട്ടാണ് ഇതിങ്ങനെ ഒരു ഡോം പോലെ അല്ലെങ്കിൽ ഉണ്ടാക്കിയത്. ഇവിടെ ഒരു ഡോം ഉണ്ട്, നമുക്ക് പിന്നെ പോകുമ്പോൾ കാണാം. ഇതൊക്കെ ആ സമയത്ത് ഉപയോഗിച്ച കീബോർഡ്സും പിയാനോസോ വാട്ടവർ ഇതൊക്കെയാണ് ഇവിടെയുള്ളത്. പിന്നെ ടിപ്പിക്കലി നിങ്ങൾ കാണാം, ഇതുവരെ നിങ്ങൾ കണ്ടതിൽ ആ ഒരു ടൈമിൽ 100 years മുമ്പുള്ള ഒരു ലക്ഷറി വിളിച്ചോതുന്നൊരു ഫേർണിച്ചേഴ്സും സെറ്റിങ്സും ആണ് ഇതിനുള്ളിലുള്ളത്. അപ്പൊ സെക്കൻഡ് ഫ്ലോറിൽ നമ്മൾ ടിപ്പിക്കലി കണ്ടത് സർ ഹെൻറി പെല്ലറ്റിന്റെ റൂം, ലേഡി പെല്ലറ്റിന്റെ റൂംസും ഗസ്റ്റ് റൂംസും വിൻസർ റൂംസ് ഒക്കെയാണ്. അപ്പം ബെഡ്റൂംസ് ഒക്കെയാണ് അവിടെ കണ്ടത്. നമ്മളിനി മുകളിലോട്ട് പോവാണ്. അച്ചു, going up. This is not the elevator. ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്ന സെക്കൻഡ് ഫ്ലോറിലാണ്. ഈ ഫ്ലോറിലാണ് ദ ക്യൂൻ ഓൺ റൈഫിൾസ് ഓഫ് കാനഡ. ഇത് മിക്കവാറും ഒരു റൈഫിൾ മ്യൂസിയം പോലെയാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിന്റെ ഒരു ഹിസ്റ്ററിയിൽ സർ ഹെൻറി പെല്ലറ്റ് ചെയ്ത സമയത്തും ഈ വീട് കൺസ്ട്രക്ട് ചെയ്ത സമയത്തും സെക്കൻഡ് ഫ്ലോർ ഈ ഫ്ലോർ അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. പിന്നീട് അതൊരു ക്യൂൻ റൈഫിൾ മ്യൂസിയം പോലെ അവർ മാറ്റുകയാണ് ചെയ്തത്. അപ്പൊ ഇനി നമ്മൾ പോകുന്നത് ഇതിന്റെ മുകളിലേക്കാണ്. ദിസ് ഈസ് ദ സ്പൈറൽ സ്റ്റെയർ കേസ് വിൽ ലീഡ് യു ടു ദ ഹയസ്റ്റ് പോയിന്റ് ഇൻ ദ ടവർ എന്നാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ ഇതൊരു സ്പൈറൽ ഷേപ്പിലുള്ള ഒരു സ്റ്റെയർ കേസ് ആണ്. സോ നമുക്ക് ഏതായാലും മുകളിൽ പോയിട്ട് ദിസ് ഇസ് ദ ഹയസ്റ്റ് പോയിന്റ്. അവിടെ നല്ല വ്യൂസ് ആണ്. ടിപ്പിക്കലി രണ്ട് എൻഡിലും മൊത്തം ടൊറന്റോ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വ്യൂസ് ആണ് അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത്. നമുക്ക് ഏതായാലും മുകളിൽ പോകാം. ഇപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണുന്നത് CN ടവർ അല്ലെങ്കിൽ ടൊറന്റോ ഡൗൺ ടൗണിന്റെ ബ്യൂട്ടിഫുൾ വ്യൂസ് ആണ്. അപ്പൊ അങ്ങനെ നമ്മൾ ചെറിയൊരു ബ്രേക്ക് എടുത്തു. നല്ല ചൂടാണ് ഇതിൻ്റെ ഉള്ളിൽ. അപ്പൊ നമ്മൾ ഒരു ചെറിയൊരു ഡ്രിങ്ക് ഒക്കെ കഴിക്കാന്ന് വിചാരിച്ചു. ഇവിടെ ഒരു ചെറിയ കഫേ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. നമുക്ക് പുറത്തുനിന്നൊന്നും കൊണ്ടുവരാൻ സാധിക്കത്തില്ല, പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് വാങ്ങിച്ച് കഴിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു ഡ്രിങ്കും അച്ഛനൊരു ചോക്ലേറ്റ് ഒക്കെ കഴിക്കുകയാണ്. അച്ഛൻ, how was it? All good? Did you like the castle? ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ ടണൽ എക്സ്പീരിയൻസിനാണ് പോകുന്നത്. ഇതിന്റെ താഴെ ടണലും പിന്നെ ഒരു എന്താ പറയാ ഒരു കാർ മ്യൂസിയം ഉണ്ട്. ഏകദേശം 100 വർഷം പഴക്കമുള്ള കാർസും ഒക്കെയാണ് അതിൻ്റെ ഇടയിലുള്ളത്. നമുക്ക് ഏതായാലും അതൊക്കെ പോയി കാണാം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒരു 2-3 hours സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. കാരണം ഒരു 4 ഫ്ലോർസിലാണ് ഈ ഒരു കാസൽ അല്ലെങ്കിൽ കാസലോമ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെൻറി പെല്ലറ്റ് അദ്ദേഹത്തിന് വേണ്ടി താമസിക്കാൻ ഉണ്ടാക്കുകയും പിന്നീട് അത് ടൊറന്റോ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ചോക്ലേറ്റ്. അപ്പം എന്താ പറയാ, അപ്പം ഒരു 4 ഫ്ലോർസിലാണ് കാസലോമ നിൽക്കുന്നത്. ഈ ഒന്ന് ഏകദേശം $3.5 million, ഏകദേശം 100 വർഷം മുമ്പ് $3.5 million ചെലവ് വന്നിരുന്നു അദ്ദേഹത്തിന് ഇത് ബിൽഡ് ചെയ്യാനായിട്ട്. പിന്നെ അതിന്റെ ഇയർലി മെയിൻ്റനൻസ് തന്നെ ഏകദേശം $50,000 ആയിരുന്നു എന്നാണ് പറയുന്നത്. എനിവേ, ഹി വാസ് റിച്ച്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതൊക്കെ ചെയ്തു വെക്കാൻ പറ്റി. പക്ഷേ അദ്ദേഹത്തിന് ഒരു 10 years മാത്രമേ 1923 വരെ മാത്രമേ അദ്ദേഹത്തിന് അത് ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നീട് ടാക്സസും ഒന്നും അടക്കാൻ പറ്റാത്തത് കാരണം പിന്നീട് ടൊറന്റോ അത് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. പിന്നെ കുറേ വർഷം അത് പൂട്ടിക്കിടന്നു. പിന്നെ ഇപ്പോൾ അതൊരു മ്യൂസിയമും പിന്നെ ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട് അതിൻ്റെ സൈഡിൽ. അപ്പോൾ അങ്ങനെ പിന്നെ നിങ്ങൾക്ക് ഇത് റെന്റ് ചെയ്തെടുക്കാം. പല ഫംഗ്ഷൻസിനും മാരേജസിനും ഒക്കെ ഈ ഒരു ബാക്ക് ഡ്രോപ്പിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം അങ്ങനെ ഒരു സംഭവമാണ്. ടിപ്പിക്കലി ഒരു ഡേ നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ സാധിക്കും. ഒരുപാട് കാഴ്ചകൾ കാണാം. ഒരുപാട് ആൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണുന്നതല്ല. ആ സമയത്തുള്ള ഒരു ലക്ഷറി പറയുന്ന തരത്തിലുള്ള എന്താ പറയുക ഒരു കാസലാണ് കാസലോമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എനിവേ, അപ്പോൾ നമുക്ക് ഈ ഒരു ചെറിയൊരു ബ്രേക്ക് കഴിഞ്ഞ് നമുക്ക് താഴെ പോയി ഇതിന്റെ ടണൽ എക്സ്പീരിയൻസസ് കാണാം. ഇനി നമ്മൾ പോകുന്നത് ഇതിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ടണൽസും പിന്നെ ടൊറന്റോ ഡാർക്ക് സൈഡ് ടണൽ എക്സിബിറ്റും ആന്റിക് കാർ എക്സിബിറ്റും ആണുള്ളത്. ഒരു കാർ മ്യൂസിയം ഉണ്ട്, പിന്നെ ടണലാണുള്ളത്. നമുക്ക് ഏതായാലും അങ്ങോട്ട് പോയി നോക്കാം. പിന്നെ കാസലോമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് മൂവീസ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ പല മൂവീസിലും ഇത് ഈ ഒരു കാസിലും ഇതിന്റെ ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതിന്റെ ആ ഓരോ മൂവീസിന്റെയും എന്തോ ഒരു പോസ്റ്റേഴ്സ് ആണ് അവർ ഓരോ സൈഡിലും വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു ഗിഫ്റ്റ് ഷോപ്പ് കാണാം. വേണ്ടോ, മാക്സിമം റിസ്ക്, ഡെഡ് റിംഗേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഇംഗ്ലീഷ് ഹോളിവുഡ് മൂവീസിന്റെ ഈ ഒരു സ്ഥലം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ദ കേവ്മെൻസ് വാലന്റൈൻ, വിൻ ഡീസലിന്റെ പാസിഫയർ, സ്കോട്ട് പിൽഗ്രിം, ടെക്സൈഡോയിൽ ഇത് വരുന്നുണ്ട്. ജാക്കി ചാന്റെ ടെക്സൈഡോയിൽ ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. കാരണം അവിടെ വെച്ചിട്ടുണ്ട് അതിന്റെ പിക്ചേഴ്സ് ഒക്കെ. ഇറ്റ്സ് എ ലോങ് ടണൽ. നമ്മൾ ആ ടണലിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കൊന്ന് ഇതിന്റെ എൻഡിലാണ് മറ്റേ കാർ മ്യൂസിയം ഉള്ളത്. നമുക്ക് ഏതായാലും പോയി നോക്കാം. ഇതൊരു അടിപൊളിയാണല്ലേ, ടണൽ അടിപൊളിയായിട്ടുണ്ട്. ബോട്ടിംഗ് ഷെഡ് ആൻഡ് ഗരാജ്. മുകളിൽ പോയി നോക്കാം. എന്തോ ഷെഡ് ആൻഡ് ഗരാജ് ആണ്. അപ്പോൾ വന്ന് പോയി നോക്കാം. അച്ചുക്കം. ഓ, ദിസ് ഈസ് ദ കാർ ഗരാജ്. ഓക്കെ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കളക്ഷൻ ഓഫ് കാർസ് ആണ് ഇവിടെ ഉള്ളത്. പഴയ അതായത് 1900s മുതൽ 2000 ഈ ഒരു ടൈം വരെ, അതായത് 100 വർഷം പഴക്കമുള്ള കാർസൊക്കെയാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. 1910 മാക്സ്വെൽ മോഡൽ Q2, 4 സിലിണ്ടർ 24 ഹോഴ്സ് പവർ. അതായത് ഏകദേശം 110 വർഷം പഴക്കമുള്ളൊരു വണ്ടിയാണിത്. ആണ് കാനഡയിലെ ഫസ്റ്റ് ഇലക്ട്രിക് കാർ എന്ന് പറയുന്നത്. അതായത് 1922 സർ ഹെൻറി പെല്ലറ്റിന്റെ കയ്യിൽ ഈ കാർ ഉണ്ടായിരുന്നു. പക്ഷെ അത് അദ്ദേഹം എടുത്ത് വാങ്ങിച്ച ഫസ്റ്റ് ഡേ തന്നെ ഇത് പോയി ക്രാഷ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റെ ആ മോഡലാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. വൺ ഓഫ് ദ ഫസ്റ്റ് ഇലക്ട്രിക് കാർസ് ഇൻ കാനഡ. Achu, this is the same thing that you got. Dragon. This is the one. Yeah.
ഇങ്ങനെ ഓരോ സമയത്ത് ഓരോ തീമാണ് കേട്ടോ അവർ ചെയ്യുന്നത്. ഇപ്പം ഡ്രാഗന്റെ തീം ചെയ്തു. ഇതൊരു വലിയ ടണൽ കേട്ടോ. നമ്മൾ നടന്ന് പകുതി എത്തിയിട്ടുള്ളതെന്ന് തോന്നുന്നു. ഇതിന്റെ ഓരോ സ്ഥലത്തും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അവരിങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. കസാലോമ ഹോട്ടൽ. ഇതെനിക്ക് തോന്നുന്നു അദ്ദേഹം ഇതൊരു ഹോട്ടൽ ആക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്തൊരു ഭാഗമാണിത്. കസാലോമ ഹോട്ടൽ. ഇത് ഇൻട്രസ്റ്റിംഗ് ആണ് ഇവിടെ കാണുന്നത്. കസാലോമ ഹോട്ടൽ ഓപ്പൺസ് തേഴ്സ്ഡേ ഓഗസ്റ്റ് 1st. ഡിന്നർ ഫോർ സ്പെഷ്യൽ ഡിന്നർ ഡാൻസ് ഫോർ $2. അതായത് 100 വർഷം മുമ്പ് $2 ഡിന്നർ ആൻഡ് ഡാൻസ് എന്നുള്ളൊരു ഓപ്ഷൻ ആയിരുന്നു ഈ ഒരു ഹോട്ടൽ കോൺസെപ്റ്റിൽ ഉണ്ടായിരുന്നത്. അതാണ് ഇവിടെ വെച്ചിരിക്കുന്നവര്. ഓക്കെ, ആൻറ്റിക് കാർസ് ആൻഡ് സ്റ്റേബിൾസ്. നമുക്ക് മുകളിലോട്ട് പോയി നോക്കാം. ഇത് അദ്ദേഹം ചെയ്തു വെച്ച അല്ലെങ്കിൽ കുതിരേൻ്റെ ആലയമാണ്. ഹോഴ്സ് സ്റ്റേബിൾസ് ആണ്. ഓരോ കുതിരക്ക് നിൽക്കാനുള്ള എന്താ പറയുക, ഓരോ സെക്ഷനായിട്ട് തിരിച്ച് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അതാണ് ആ സമയത്ത് അദ്ദേഹം ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വളരെ പ്ലാൻഡ് ആയിട്ട് ചെയ്തൊരു ഇതാണ് കസാലോമ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ ഒരു കുതിരേൻ്റെ ആലയവും ഒക്കെ കാണുന്നത്. ലൈക്ക് ഇറ്റ്? ആർ യു സ്കെയർഡ്? Come, let's go there. Come, Achal, come with you. Dragon, I hate the small dragon. Oh, you have a small dragon? That's a big one, right? Oh, like the limb. അപ്പോൾ അങ്ങനെ ആ ടണലിൽ നിന്ന് നമ്മൾ ജസ്റ്റ് പുറത്തിറങ്ങി. അവർ പറഞ്ഞു ഇവിടെയാണ് എൻഡ്, ഈ ടണലിൻ്റെ എൻഡാണിത്. ഇനി നമുക്ക് തിരിച്ച് ഫ്രണ്ട് ഡോറിൽ തന്നെ കയറണമാണെങ്കിൽ നമുക്ക് ഏതായാലും തിരിച്ച് അതിലോട്ട് കയറിയിട്ട് പോവാം. അപ്പം അങ്ങനെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടത് കസാലോമയുടെ എക്സ്പീരിയൻസസ് ആണ്. ഒരു കാസിലും അതിൻ്റെ പ്രൗഢി വിളിച്ചോതുന്ന ഒരുപാട് കാഴ്ചകളുമാണ്. ഒരു ഓൾമോസ്റ്റ് 100 years പഴക്കമുള്ള ഒരു കാസിലാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടത്. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായി നമ്മൾ വീണ്ടും വരാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ഒപ്പം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ദിസ് ഇസ് PKK സൈനിങ് ഓഫ്. Like, share, subscribe. And you have to complete it right now in 7 seconds.